നമസ്കാരം. യുകെയിൽ മലയാളികളെത്തിയ കാലം മുതലേ കേട്ടു തുടങ്ങിയതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ. യുകെ വിസയുടെ പേരിൽ പണ്ടും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും കോവിഡിന് ശേഷം കെയർ വിസകൾ ഒരു യോഗ്യതയും നോക്കാതെ അനുവദിച്ചു തുടങ്ങിയതോടെയാണ് നൂറുകണക്കിന് തട്ടിപ്പുകാർ ഒരേ സമയം രംഗത്തെത്തിയത്. ഇതിനിടയിൽ പലവിധ നിക്ഷേപ തട്ടിപ്പുകൾക്കും യുകെ മലയാളികൾ സാക്ഷികളായി. പലപ്പോഴും ലക്ഷങ്ങളാണ് ഇത്തരം തട്ടിപ്പുകളിൽ കൈമറിഞ്ഞിരുന്നെങ്കിൽ 1.25 കോടി രൂപ കൈമാറിയ തട്ടിപ്പാണ് ഈസ്റ്റ് ഹാമിലെ തട്ടുകടയുടെ പേരിൽ ഉയർന്ന ആരോപണത്തെ ശ്രദ്ധേയമാക്കിയത്. ഒപ്പം തട്ടിപ്പിൽ സിനിമാ സംവിധായിക കേന്ദ്രബിന്ദു ആയതോടെ വാർത്തയുടെ രൂപവും ഭാവവും മാറി. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ വരെ തട്ടുകടയുടെ പേരിൽ നടന്ന തട്ടിപ്പ് ഇടം പിടിക്കുകയായിരുന്നു. നിർണായക നീക്കത്തിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി യുകെയിലെ ഈസ്റ്റ് ഹാം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തട്ടുകട റെസ്റ്റോറന്റ് മറവിൽ നടന്ന നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികളായ സിനിമാ സംവിധായിക കൂടിയായ ഹസീന സുനീർ, യുകെ മലയാളിയായ റെസ്റ്റോറന്റ് ഉടമ ബിജു ഗോപിനാഥ് എന്നിവരെ കോടതിയിൽ എത്തിക്കാൻ കേന്ദ്ര ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾക്ക് നോട്ടീസ് നൽകി. വിദേശ മലയാളികൾ പ്രതികളാകുന്ന ഇത്തരം കേസുകൾ തീരുമാനമാകാതെ പ്രതികൾ വിദേശത്താണെന്ന് പോലീസ് നൽകുന്ന മറുപടിയിൽ കാലങ്ങളോളം ഇഴയുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ വാർത്തകളിൽ നിറയുന്ന കേസിനാണ് ഇപ്പോൾ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. യുകെയിലെത്തി നിശ്ചിത സമയത്തിനകം രാജ്യം വിട്ടിരിക്കണമെന്ന വ്യവസ്ഥ മൂലം മൾട്ടിപ്പിൾ എൻട്രി വിസ കയ്യിലുണ്ടായിരുന്ന ഹസീന യുകെയിൽ തുടരാനാകാത്ത സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ നവംബറിൽ നാട്ടിലെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടി ഹസീന പുറത്തിറങ്ങിയായിരുന്നു. ഇതേ തുടർന്ന് ഹസീനയും നിക്ഷേപ തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് വാദിഭാഗം ചൂണ്ടിക്കാട്ടുന്ന പ്രതി തട്ടുകട റെസ്റ്റോറന്റ് ഉടമ ബിജു ഗോപിനാഥിനെയും കോടതിയിൽ ഹാജരാക്കണമെന്ന് വാദിഭാഗം ആവശ്യം അംഗീകരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സാമ്പത്തിക ക്രിമിനൽ കേസുകളിൽ പ്രതികളെ കൈമാറാൻ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ധാരണയുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ലണ്ടനിലെ ഹൈക്കമ്മീഷൻ സഹായത്തോടെ ബിജു ഗോപിനാഥിനെ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കുമെന്നാണ് വാദിഭാഗം അഭിഭാഷകൻ കോടതി വിധി ചൂണ്ടിക്കാട്ടി അറിയിക്കുന്നത്. ഹൈക്കോടതി നോട്ടീസ് നിയമ നടപടികളുടെ ഭാഗമായി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എറണാകുളം, തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർക്കും കൈമാറിയിട്ടുണ്ട്. ബെഡ്ഫോർഡിൽ താമസിക്കുന്ന സുനിൽ ജിയാർ എന്ന മലയാളിയാണ് നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങിയെന്ന് കാണിച്ച് പരാതി നൽകി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏകദേശം 1.25 കോടി രൂപയാണ് ഇയാൾക്ക് നഷ്ടമായിരിക്കുന്നത്. തട്ടുകട കേസിൽ ബിജുവിനും സ്പീഡ് പോസ്റ്റിൽ കോടതി നോട്ടീസ് കൈമാറാനാണ് നിർദ്ദേശം. ഈ കേസിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ തട്ടുകട ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. യുകെ മലയാളികളുടെ ഐക്കൺ എന്ന നിലയിൽ പ്രശസ്തമായിരുന്ന റെസ്റ്റോറന്റാണ് ഇപ്പോൾ 1 വർഷത്തോളമായി അടഞ്ഞ നിലയിൽ കിടക്കുന്നത്. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് സുനിൽ ഏറെ പ്രതീക്ഷകളോടെ നിയമ നടപടികൾക്ക് തയ്യാറായത്. തുടക്കത്തിൽ താൻ പണം കൈപ്പറ്റിയിട്ടില്ല എന്നാണ് ബിജു ഗോപിനാഥ് നിലപാടെടുത്തിരുന്നതെങ്കിൽ കോടതിയിലടക്കം ഹസീന വെളിപ്പെടുത്തുന്നത് പണം ബിജു ഗോപിനാഥ് നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നാണ്. വാദിയായ സുനിലിൽ നിന്നും കേരളത്തിലെ ബാങ്ക് അക്കൗണ്ട് മുഖേന പണം കൈപ്പറ്റിയതായി കോടതിയിൽ സമ്മതിച്ച ഹസീന പണമൊക്കെ യുകെ പൗരനായ ബിജു ഗോപിനാഥിന് കൈമാറിയെന്നാണ് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെയാണ് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നത്. പണം ഒടുവിൽ എവിടെ എത്തിയെന്ന അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ കൂടി ഇടപെടേണ്ട സാഹചര്യമുണ്ടെന്ന് വാദിഭാഗം വക്കീൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കേസ് നേരിടുന്ന വ്യക്തിയാണ് ഹസീന എന്ന വിവരവും ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ വാദിഭാഗത്തിന് സാധിച്ചു. മറ്റൊരു കേസിൽ 2.5 കോടി രൂപ പ്രവാസി മലയാളിക്ക് നഷ്ടമാകാൻ കാരണക്കാരിയും ഹസീനയാണെന്നും ഈ കേസിന്റെ നടപടികളുടെ ഭാഗമായി പുറത്തു വന്ന വിവരമാണ്. ഇതിനിടയിലാണ് 4 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന വിവരവുമായി ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയെത്തിയത്. പ്രകാശിന്റെ മെട്രോ എന്ന സിനിമയുടെ സംവിധായിക എന്ന നിലയിലാണ് ഹസീനയുടെ പേര് സിനിമാ വൃത്തങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. എന്നാൽ നിക്ഷേപത്തിനായി വ്യാജ പാർട്ട്ണർഷിപ്പ് സമ്മതപത്രം തയ്യാറാക്കി ഇടനിലക്കാരിയായ ഹസീന തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രമായി മാറുകയായിരുന്നു എന്നാണ് കോടതിയിലെത്തിയ കേസിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജസ്റ്റിസ് CS ഡൈസിന്റെ ബെഞ്ചിലാണ് ഈ കേസ് എത്തിയിരിക്കുന്നത്.